അവരെ വരോട്ടും മീൻ മറിഞ്ഞ് കയറണ്ട. ഇത് മുറിയാണ്, ഇതൊരു മുറി അതൊരു മുറി. കണ്ട അതിലും നിറച്ച് മീനുണ്ട്. അതില് വീണ്ടും കയറ്റണം, നിറയ്ക്കണം, ലോഡാക്കേണ്ട. ചാകര കണ്ട കടല് കണ്ട ചാകര പെയ്തു ദൈവമേ, എന്താണ് കാഴ്ച നോക്കിയേ. ഇത് പൊളിക്കാൻ പോവേണ്ട. ഹലോ മച്ചാമാരെ, കേരളക്കര കണ്ട ഏറ്റവും വലിയ ചാകരയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ചെറുവള്ളത്തിലെടുത്ത് വലവെള്ളത്തിൽ 4 കള്ളി എടുത്ത്, അത് കൂടാണ്ട് വീഞ്ചിലോട്ട് മീനെടുത്ത് അങ്ങനെ ലോഡാക്കി. ഇത് കഴിഞ്ഞ് ബാക്കി ലക്ഷക്കണക്കിന് മീൻ നമ്മൾ മറിച്ച് വാകച്ചാർത്തുള്ള വള്ളത്തിൽ കൊടുക്കണം. ആദ്യത്തെ പുതുമയുള്ള കാഴ്ച. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോവേഴ്സ് ഇങ്ങനൊരു കാഴ്ച, മീൻ മറിച്ച് കൊടുക്കുന്ന കാഴ്ച നിങ്ങൾ ആദ്യമായിട്ടാണ് കാണാൻ പോണത്. അതും അയിലച്ചാകര കേട്ടാ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടരായത് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചു. ആൾക്കാരെല്ലാവരും ചാടിക്കൊണ്ടിരിക്കേണ്ട. ചാടിക്കൊണ്ടിരിക്കേണ്ട. ആവേശ് വല അടിച്ചിട്ട് കടലിൽ നിറച്ച് മീനാണ്. മീൻ പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി മീനെ പേടിപ്പിച്ച് ചാടിക്കണം. അങ്ങനെ ഞാനും ചാടിയതേ. ഇന്ന് നമ്മൾ വേറൊരു ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും വല അടിച്ച് നിർത്തിയിട്ട് ഈ ക്യാമറ വെള്ളത്തിലോട്ട് ഇറക്കണം. മീനിൻ്റെ വലിയൊരു പെലപ്പ് നിങ്ങൾക്ക് കാണിച്ചാട്ടെ. ഇത് കണ്ട ഓട്ടം നോക്കിയതേ. കോലാമീനുണ്ട്, അയിലുണ്ട്, എല്ലാം കിടന്ന് കൂട്ടമായിട്ട് നമ്മുടെ ക്യാമറയിൽ ഇടിച്ചു കുത്തി ഒരു കാഴ്ച. ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാണല്ലോ നമ്മുടെ മേത്തൊക്കെ വന്ന് പട്ടാന്ന് പറഞ്ഞ് മീനടിക്കും. ഇത് അവിടെ നിന്ന് വരവ് വേണ്ടത്. ഈ പൊട്ടി ഇങ്ങനെ വെള്ളം നിൽക്കണത് ഇത് അയിലട വലിയൊരു കൂട്ടം ഉണ്ടാ. അങ്ങനെ വീഞ്ചും കാര്യങ്ങളും കയറി, റിങ്ങും കയറി. ഇനി ഈ അയില വലയിന്ന് പുറത്തോട്ട് പോകില്ല. ഇതിനി നമുക്കുള്ളതാണ്. ഇനി വല എല്ലാവരും കൂടി ആവേശത്തിൽ പിടിച്ചങ്ങാട് കയറ്റും. വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഇപ്പോഴേ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കടലിലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ചാനലിലേക്ക് കൂടി ഞാൻ നിങ്ങളോട്ട് കാണിച്ചു തരുന്നത്. ഇനി ഇതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കിടിലൻ വീഡിയോ പുറകെ വരുന്നുണ്ട്. ദുബായ് മാളിൽ സ്രാവിൻ്റെ കൂടെ വൈറ്റ് ഷാർക്കിൻ്റെ കൂടെ ചാടിയിട്ടുള്ള കൊമ്പൻ്റെ കിടിലൻ ഡൈവൊക്കെ വന്നേനെ കേട്ടോ മക്കളെ. അപ്പോൾ നല്ല പെടക്കണ അയിലക്കുട്ടന്മാരൊക്കെയാണ് കിട്ടിയേക്കണം. ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിൽ ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളമായി ഞാൻ ഈ വള്ളത്തിൽ വന്നതും ഇതിലെ വീഡിയോസുകളും നിങ്ങളിലോട്ടൊക്കെ എത്തിക്കണത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അയില കിട്ടിയ ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ ചേട്ടന്മാരും ആവേശത്തിൽ പിടിക്കുമ്പോൾ ആദ്യത്തെ മുറിയിലാണ് ഈ കാണുന്നത്. ഇത് 2 മുറിയായിട്ട് നമ്മൾ വിഭജിക്കുകയാണ്. കാരണം നമുക്കിത് ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ആര്യക്കാരൻ ചേട്ടൻ മുറി വെച്ചേക്കാണ്. മുറി വെച്ച് 2 മുറിയാക്കിയിട്ട് നമ്മളിനി കയറ്റാൻ പോകണം. അപ്പോൾ ആദ്യത്തെ മുറിയിൽ ഇതേ മീൻ കിടന്ന് അങ്ങാടും വലത്തോട്ടും ഇടത്തോട്ടും എല്ലാ സൈഡിൽ കൂടി ഒരു കാഴ്ചയാണ്. എന്നാലും നമ്മളുടെ ഒരു ആവശ്യത്തിന് ഒരു കുറവില്ല. എല്ലാവരും നല്ല ഉഷാറിൽ ഇത്രയും മീൻ കാണും വേണ്ടല്ല, ഭയങ്കര ആവശ്യത്തിന് നമ്മൾ വല പിടിച്ചേറ്റോട്ടാ. അവിടെ നിന്ന് വള്ളത്തിന് ചെയ്ത് വഞ്ചി ചാടി ഇങ്ങാടി കയറാൻ വേണ്ടി വരണ്ട കേട്ടാ. നീന്തിയാ നോക്കിയേ. ഓഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ. ഉണ്ണിച്ചനാണ് ആദ്യം ഇട്ടാ, ബാക്കി 2 പുറകിലാണ്. അരമനടാ തരൻ. 1 2 3 പേരായി. ചുരുങ്ങിയപ്പം മീൻ്റെ ഓട്ടം കൂടിയിട്ടാ. ഇത് നോക്കിയേ, വലയെ കിടന്ന് നോക്കിയതേ. വലിയ അയില ഓടണ്ട. ഇത് മുറിയാണ്, ഇതൊരു മുറി അതൊരു മുറി. കണ്ട അതിലും നിറച്ച് മീനുണ്ട്. ഇതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടാ. 2 മുറി വെച്ചേക്കാണ്. മുറി വെച്ച് മീൻ എടുക്കണ കാഴ്ച കണ്ട. പല 2ആയിട്ട് കഷ്ണിച്ചേക്കാണ്. കണ്ട ഒരു Vamos a Luca.
പ്രസാദം പൊളിച്ചിറക്കി മക്കളെ. ചെറുവഞ്ചി ഏകദേശം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലവള്ളത്തിലെടുക്കും. വലവള്ളത്തിൽ 4 പെട്ടിയിലാണ് സാധാരണ എടുക്കണത്. അത് കൂടുമ്പോ വീഞ്ചിലോട്ട് എടുക്കോട്ടാ. അപ്പൊ ആ കാഴ്ച കാണിച്ചത് വീഞ്ചിലോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ വീഞ്ചിന്റെ അവിടെ ഒരു സൈഡിൽ ഒരു കള്ളിയുണ്ട്. ആ ഒരു കള്ളിയിലോട്ടും കൂടി നമ്മൾ മീനെടുക്കും. ഇതേ സമയം ചെറുവള്ളത്തിലോട്ട് മീൻ കയറ്റുണ്ടാവും. കാരണം ഈ മീനെ ഐസ് ഇടാണ്ട് തന്നെ വേഗം നമുക്ക് കരയിൽ എത്തിക്കാനാണ്. ഐസ് ഇടാണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഐസ് കൊണ്ടുപോകാറില്ല. വള്ളക്കാർ പണിക്ക് പോകുമ്പോൾ ഐസ് കൊണ്ടുപോകില്ല. ബോട്ടുകാരാണ് മീൻ ഐസ് കൊണ്ടുപോകണത്. അപ്പോൾ പച്ച മീൻ വേഗം കൊണ്ടുപോയി എത്തിച്ചാൽ നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൊണ്ടുപോയി കൊടുക്കണേക്കാളും മുന്നേ വേഗം കൊണ്ടുപോയി കൊടുക്കാൻ ഒരു ടീം ചെറുവള്ളത്തിൽ കൂടി മീൻ എടുക്കുമ്പോൾ ഒരു ടീം എല്ലാവരും വന്നിട്ട് വലിയ വെള്ളത്തിലോട്ട് മീൻ കയറണ ഒരു കാഴ്ചയായിട്ട് ഇനി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ ഉള്ള സമയത്ത് എന്തായാലും അതിനൊക്കെ മറുപടി ഞാൻ തരും കേട്ടോ. അങ്ങനെ ആദ്യത്തെ മുറിയിൽ കിട്ടിയേക്കണ മീനാണ് ഈ കാണുന്നത്. ഇതിന് 2 ഇരട്ടിയാണ് ഈ രണ്ടാമത്തെ മുറിയിൽ നമുക്ക് കാണാൻ പറ്റണത്. ഇപ്പം ആദ്യത്തെ മുറിയിൽ 4 പെട്ടി ചെറുവള്ളത്തിൽ 6 കള്ളി എടുത്ത് അത് കൂടാണ്ട് ഇപ്പം വീഞ്ചിലോട്ട് ഇറക്കി. വീഞ്ചിൻ്റെ അങ്ങോട്ട് മീൻ തട്ടിക്കയറ്റാണ്. അങ്ങനെ ആദ്യത്തെ മുറി മൊത്തമായിട്ട് മീൻ എടുത്ത് നമ്മൾ തീർത്ത് കഴിഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ മുറി എടുക്കാനുണ്ട് കേട്ടോ. രണ്ടാമത്തെ മുറി എടുത്തിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ മുറിക്ക് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ചെറുവള്ളം മീനും കൊണ്ട് പയ്യെ കരക്കോട്ട് പോകണൊരു കാഴ്ചയാണ്. അങ്ങ് ദൂരേക്ക് അങ്ങ് പോവുകയാണ് വെള്ളം. നമ്മളിനി ഇതൊക്കെ എടുത്തിട്ട് വരുള്ളൂ. ഇനി വലയെല്ലാം രണ്ടാമത്തെ മുറി പിടിച്ചു കയറ്റാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അടുത്തുള്ള വള്ളം വന്ന് വാഗച്ചാർത്ത്. ഈ കടലിലെ പണി എന്ന് പറഞ്ഞാൽ കടലിലെ മക്കളുടെ പണിയിൽ ഏറ്റവും കൂടുതൽ എടുത്തുള്ള പരസ്പരം സഹകരണമാണ്. അതുപോലെ പരസ്പര സ്നേഹവും കൂറും ഈ ഒരു പണിയിലുണ്ടാവട്ടെ. നമുക്കെല്ലാം കൂടി ഒതുക്കണം എന്നുള്ളൊരു ചിന്താഗതി നമുക്കില്ല. കാരണം ഇപ്പം നമ്മൾ വല അടിച്ച് അവർ മീൻ ഒന്നും കണ്ടിട്ട് അവർ വല അടിച്ചിട്ടില്ല. അവർക്ക് മീൻ കിട്ടിയേക്കണ കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവർക്കും കൂടി മീൻ കിട്ടാൻ വേണ്ടി നമ്മൾക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ള മീൻ മറിച്ച് കളയാൻ അല്ലെങ്കിൽ നമ്മൾ ഇനി പോയി രണ്ടാമതൊന്നും എടുക്കാനൊന്നും നിൽക്കില്ല. ബാക്കി കിട്ടാത്തവരിലോട്ട് നമ്മൾ കൊടുക്കും. അതിന് നമ്മൾ കൊടുക്കണ മീൻ അവരുടെ നിന്ന് വേറെ പൈസയും കാര്യങ്ങളൊന്നും വാങ്ങൂല. എത്ര മീനാണോ ഉള്ളത് രണ്ടാമത്തെ മുറിയിൽ ഇതിനേക്കാൾ ഇരട്ടി മീനുണ്ട്. അപ്പോൾ അത് നമ്മളത് വല മുറി വെച്ച് നമ്മൾ മറിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ട. ഈ മറിച്ച് കയറ്റുന്ന കാഴ്ച എനിക്കും പുതുമയുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് വലിയൊരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയ്ക്കും. പക്ഷെ പഴമക്കാർ അഥവാ 50 വർഷം 30 വർഷം 40 വർഷം പഠിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഇത് സ്ഥിരം കാണുന്ന കാഴ്ചയ്ക്കൊണ്ട് അവർക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നൂല. ഇനി ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ വലിയ സംഭവമില്ല അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പലരും വഴക്ക് പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ ഇടും. അപ്പോൾ അവരോട് പ്രത്യേകം പറയണത് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വലിയൊരു കൗതുകമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വളരെ ആകാംക്ഷ തന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞെത്തിക്കണം കേട്ടോ. അങ്ങനെ മീനിൻ്റെ മൊത്തമായിട്ട് ഫുള്ളായിട്ട് തന്നെ പറയണം എല്ലാം കൂടി ഓടി ആ വലയിലോട്ട് കയറിയേക്കണ ഒരു കാഴ്ചയാണ്. ഇനി ആ വലയൊന്നും പോകില്ല. ഇത് വാഗച്ചാർത്ത് വള്ളം നമ്മുടെ ആരോമലേട്ടന് ഷെയറുള്ള വള്ളം ഉണ്ടാ. ആരോമലേട്ടൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ്റെ അനിയൻ പലപ്പോഴും നമ്മുടെ വള്ളത്തിലാണ്. അതായത് ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിലായിരുന്നു ആരോമലേട്ടൻ. അത് കഴിഞ്ഞ് ഈ ഒരു വള്ളം വാങ്ങിയപ്പോൾ അവർ ആരോമലേട്ടൻ അങ്ങാട് പോയി. ഉണ്ണിച്ചേട്ടൻ നമ്മുടെ ഈ വള്ളത്തിൻ്റെ സ്ഥിരം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വാഗച്ചാർത്തിൻ്റെ കരിയർ വെള്ളം വന്ന്. അപ്പോൾ കരിയർ വെള്ളത്തിലൂടെ നമ്മുടെ മുറിയിൽ നിന്ന് കുറച്ച് മറിച്ച് കൊടുത്തതിൽ കുറച്ചുകൂടി ബാക്കി മീനുണ്ട്. പറഞ്ഞു വരുമ്പോൾ മൊത്തം മീനാണ്. നല്ല അയിലക്കുട്ടന്മാർ വേടക്കണ അയിലക്കുട്ടന്മാർ. ഇനി ഇതേ വാഗച്ചാർത്തിലോട്ട് മീൻ കയറ്റണം. അതിന് മുന്നേ നമുക്ക് കുറച്ചും കൂടി ലോഡാക്കേണ്ട. നമ്മുടെ ഫ്രണ്ടിലോട്ട് ലോഡാക്കി അങ്ങനെ മൊത്തോട്ട് നിറച്ചിടാൻ പോവുകയാണ്. അതിൻ്റെ പോലെ തന്നെ അവരും അവരുടെ ചെറിയ വള്ളത്തിലോട്ട് കരിയർ വള്ളത്തിലോട്ട് മീൻ കയറ്റി കൊടുക്കുകയാണ്. അപ്പം മീനാണെങ്കിൽ വേട്ടക്കണ മീനാണ്, നല്ല പച്ച മീൻ. പിന്നെ മീൻ കറി കഴിക്കണമെങ്കിൽ അത് പ്രത്യേകം പറയാം. അയില കഴിക്കണമെങ്കിൽ വലിയ വണ്ണം കൂടി അയിലയല്ല കഴിക്കേണ്ടത്. അതുപോലെ ചെറിയ അയിലയുമല്ല, ഈ ഒരു അയിലയാണ് കഴിക്കേണ്ടത്. ശരിക്കും അയിലൊക്കെ ഉള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ ടേസ്റ്റാണ്. അങ്ങനെ ഓരോ മാലയും പൊട്ടിച്ചിരുന്ന ഒരു കാഴ്ചയാണ് ഇനി നിങ്ങളത് കാണുന്നത്. തൂങ്ങിക്കിടക്കേണ്ട ലോഡാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞിട്ടില്ല. അവരുടെ അവരുടെ വഞ്ചിയിലോട്ട് കൊടുക്കേണ്ട. നമ്മള് വഞ്ചി കൊടുത്ത് നമ്മൾ 3 കളിയിലോട്ട് അവർ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി മീൻ അവസാന കലാശക്കൊണ്ട് അവിടെ കയറി ഇവിടെ കയറണം കേട്ടോ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതേ. വാലയൊക്കെ കള്ളിയിലൊക്കെ പെട്ടിയെ കൊണ്ടിട്ട് എങ്ങനെയുണ്ട് പരിപാടി? പറഞ്ഞില്ലേ സെറ്റായി.
അവ തിരിച്ച് കരയിലോട്ട് കൊണ്ടുപോയി ലേലം വിളിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ. ഇത്രയും മീനിന്റെ ലേലം വിളി എത്ര ലക്ഷം രൂപക്കാണ് നമുക്ക് ഈ മീനിന്റെ ലേലം വിളി അടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ നിങ്ങളോട്ട് കാണിച്ചു തരാട്ടാ. നമുക്ക് നോക്കാം. ഇപ്പോഴേ പറഞ്ഞോ എത്ര രൂപ കിട്ടുന്ന ആരുടെ കൂടെ നമ്മുടെ വീഡിയോ കാണണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തൊക്കെ പറയട്ടാ. അപ്പൊ നമുക്ക് നേരെ ലേലം വിളി കാണാൻ പോയിട്ട് പോവാം, കരയിലോട്ട് പോവേട്ടാ. ടാറ്റാ. അപ്പൊ അത് ടാറ്റ അല്ല, ഒരു അരമണിക്കൂർ നമ്മ കരയത്തോട്ടാ. മാക്സിമം എടുത്തിട്ടുണ്ട് അമ്മ, മൂടിയിട്ടാണ് കണ്ടാ. കപ്പാസിറ്റി കഴിഞ്ഞ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഇവിടേക്ക് കേട്ടാ. ഇത് നമ്മൾ നേരെ കരയപ്പൊടിയിൽ ലേലം വിളി കാണിച്ചു തരാം.